യേശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥം ദൈവപിതാവിൻ്റെ സർവാധിപത്യത്തെയും അവിടുത്തെ പരിശുദ്ധിയെയും ഉദ്ഘോഷിക്കുന്ന ഒരു ഉത്കൃഷ്ട പ്രവചന സമാഹാരമാകുന്നു. മനുഷ്യകുലത്തെ വീണ്ടെടുക്കുന്നതിനായി പീഡിതനായ ദാസനായി ആഗതനാകുന്ന പുതിയ നിയമത്തിലെ മിശിഹായെക്കുറിച്ചുള്ള ദൈവിക വാഗ്ദാനം ഇതിൽ അതിസ്പഷ്ടമായി പ്രതിധ്വനിക്കുന്നു. അനുഷ്ഠാനങ്ങളിലെ ബാഹ്യമായ ആചാരങ്ങൾക്കല്ല, അന്തരംഗത്തിലെ സത്യസന്ധതയ്ക്കാണ് പ്രാധാന്യമെന്ന് യേശയ്യാ പ്രവാചകൻ ആവർത്തിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആത്മീയ അന്ധതയും സ്വയം പര്യാപ്തതയും മനുഷ്യനെ അധപതനത്തിലേക്ക് നയിക്കുന്നുവെന്നും ദൈവത്തിൻ്റെ വഴികൾ നമ്മുടേതിനേക്കാൾ അത്യുന്നതങ്ങളിലാണെന്നും പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നു. നീതി പുനഃസ്ഥാപിതമാകുന്ന ഒരു നവലോക സൃഷ്ടിയുടെ പ്രത്യാശ വിശ്വാസികളെ ദൈവത്തിലേക്ക് തിരിച്ചു വിളിക്കുമ്പോൾ കർത്താവിനെ പരിത്യജിക്കുന്നവർക്ക് മുന്നിൽ കണിശമായ താക്കീതും മുഴങ്ങുന്നു. വരാനിരിക്കുന്ന കാലത്തെ നേരിടുവാൻ ഹൃദയത്തിൽ നിന്നുള്ള യഥാർത്ഥ പശ്ചാത്താപമാണ് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെ ആഗമനം ആസന്നമായിരിക്കുന്നു. നാം എല്ലാവരും ജാഗ്രതയോടെയും ഒരുക്കത്തോടെയും ഇരിക്കേണ്ട സമയമാണിത്. കർത്താവെ, ജീവൻ നൽകുന്ന അങ്ങയുടെ വചനങ്ങളിലൂടെ ഞങ്ങളെ ജ്ഞാനം നൽകി നിറയ്ക്കണമേ. ഇതാ ഞങ്ങൾ സന്നദ്ധരായിരിക്കുന്നു. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം, അധ്യായം 27. അന്ന് കർത്താവ് തൻ്റെ വലതും അതിശക്തവുമായ കഠിന ഖഡ്ഗം കൊണ്ട് ലെവിയാഥാനെ, പുളഞ്ഞു പായുന്ന ലെവിയാഥാനെ ശിക്ഷിക്കും. സമുദ്രവ്യാളത്തെ അവിടുന്ന് കൊന്നുകളയും. അന്ന് മനോഹരമായ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് പാടുവീൻ. കർത്താവായ ഞാനാണ് അതിൻ്റെ സൂക്ഷിപ്പുകാരൻ. ഞാൻ അതിനെ നിരന്തരം നനയ്ക്കുന്നു. ആരും നശിപ്പിക്കാതിരിക്കാൻ ഞാൻ അതിന് രാപകൽ കാവൽ നിൽക്കുന്നു. എനിക്ക് ക്രോധമില്ല. മുള്ളുകളും മുൾച്ചെടികളും മുളച്ചു വന്നാൽ ഞാൻ അവയോട് പൊരുതും. ഞാൻ അവയെ ഒന്നിച്ച് ദഹിപ്പിക്കും. അവയ്ക്ക് എൻ്റെ സംരക്ഷണം വേണമെങ്കിൽ എന്നോട് സമാധാന ഉടമ്പടി ചെയ്യട്ടെ. എന്നോട് സമാധാനത്തിൽ കഴിയട്ടെ. ഭാവിയിൽ യാക്കോബ് വേരുപിടിക്കും. ഇസ്രായേൽ പുഷ്പിക്കുകയും ശാഖകൾ വിരിക്കുകയും ചെയ്യും. ഭൂമി മുഴുവൻ അതിൻ്റെ ഫലങ്ങൾ കൊണ്ട് നിറയും. ഇസ്രായേലിൻ്റെ ശത്രുക്കളെ പ്രഹരിച്ചതുപോലെ അവിടുന്ന് ഇസ്രായേലിനെ പ്രഹരിച്ചിട്ടുണ്ടോ? ഇസ്രായേൽ ജനത്തിൻ്റെ ഘാതകരെ വധിച്ചതുപോലെ അവിടുന്ന് ഇസ്രായേൽ ജനത്തെ വധിച്ചിട്ടുണ്ടോ? അവിടുന്ന് അവരെ പ്രവാസത്തിലയച്ച് ശിക്ഷിച്ചു. കിഴക്കൻ കാറ്റിൻ്റെ നാളിൽ അവിടുന്ന് അവരെ ഊതിപ്പറപ്പിച്ചു. അങ്ങനെ യാക്കോബിൻ്റെ പാപം പരിഹരിക്കപ്പെടും. അവൻ്റെ പാപമോചനത്തിൻ്റെ പൂർണ്ണഫലം ഇതാണ്. ചുണ്ണാമ്പ് കല്ലുപോലെ അവൻ ബലിപീഠത്തിൻ്റെ കല്ലുകൾ പൊടിച്ചു കളയുകയും അശേര പ്രതിഷ്ഠകളും ധൂപപീഠങ്ങളും നശിപ്പിക്കുകയും ചെയ്യും. ബലിഷ്ഠ നഗരം വിജനമായിരിക്കുന്നു. ജനനിബിഡമായ നഗരം വനഭൂമി പോലെ വിജനവും ശൂന്യവുമായിരിക്കുന്നു. അവിടെ കാളക്കിടാവ് മേഞ്ഞു നടക്കുകയും വിശ്രമിക്കുകയും ഓരോ പൊടിപ്പും തകർക്കുകയും ചെയ്യുന്നു. മരച്ചില്ലകൾ ഉണങ്ങി ഒടിഞ്ഞു വീഴുന്നു. സ്ത്രീകൾ അത് ശേഖരിച്ച് തീ കത്തിക്കുന്നു. വിവേകം കെട്ട ഒരു ജനമാണിത്. അതിനാൽ അവരുടെ സൃഷ്ടാവിന് അവരുടെ മേൽ കാരുണ്യമില്ല. അവർക്ക് രൂപം നൽകിയവന് അവരിൽ പ്രസാദമില്ല. അന്ന് യൂഫ്രട്ടീസ് നദി മുതൽ ഈജിപ്റ്റ് തോടുവരെ കർത്താവ് കറ്റമെതിക്കും. ഇസ്രായേൽ ജനമേ, നിങ്ങളെ ഓരോരുത്തരെയായി കർത്താവ് ശേഖരിക്കും. അന്ന് ഒരു വലിയ കാഹളധ്വനി ഉയരും. അസീറിയയിൽ നഷ്ടപ്പെട്ടവരും ഈജിപ്റ്റിലേക്ക് ഓടിക്കപ്പെട്ടവരും വന്ന് ജെറുസലേമിലെ വിശുദ്ധഗിരിയിൽ കർത്താവിനെ ആരാധിക്കും. പ്രിയ ദൈവജനമേ, അസീറിയൻ അധിനിവേശത്തിൻ്റെ കരിനിഴലിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് യേശയ്യാ പ്രവാചകൻ 27-ാം അധ്യായത്തിലെ ഈ ദർശനം അവതരിപ്പിക്കുന്നത്. ഇസ്രായേൽ ജനത രാഷ്ട്രീയമായും ആത്മീയമായും വലിയൊരു പ്രതിസന്ധി നേരിടുമ്പോൾ ദൈവം തൻ്റെ ജനത്തെ എങ്ങനെ വീണ്ടെടുക്കുമെന്ന് ഈ അധ്യായം വിവരിക്കുന്നു. സമുദ്രത്തിലെ സർപ്പമായ ലിബിയാഥാനെ കർത്താവ് തൻ്റെ വാളുകൊണ്ട് വധിക്കുമെന്ന പ്രഖ്യാപനത്തോടെയാണ് ഈ ഭാഗം ആരംഭിക്കുന്നത് തന്നെ. ഇത് അക്കാലത്തെ തിന്മയുടെ ശക്തികളെയും ശത്രു രാജ്യങ്ങളെയും ദൈവം കീഴടക്കുമെന്ന വലിയ സത്യത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ജെറുസലേമിൻ്റെ ചുറ്റുമുള്ള വിജാതീയ ശക്തികൾ എത്ര പ്രബലരായാലും ദൈവത്തിൻ്റെ വിധിക്ക് മുൻപിൽ അവർ തകരുമെന്ന് പ്രവാചകൻ ഉറപ്പിച്ചു പറയുന്നു. തൻ്റെ ജനത്തിന് സംരക്ഷണം നൽകുന്ന ഒരു മുന്തിരിത്തോട്ടമായി ദൈവം ഇസ്രായേലിനെ ഈ അധ്യായത്തിൽ വീണ്ടും ചിത്രീകരിക്കുന്നു. ദൈവത്തിൻ്റെ സംരക്ഷണവും വരാനിരിക്കുന്ന വലിയ വിമോചനവുമാണ് ഈ അധ്യായത്തിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലം. പ്രിയ സഹോദരങ്ങളെ, ഈ 27-ാം അധ്യായത്തിലെ പ്രധാന സന്ദേശം ദൈവത്തിൻ്റെ പരിപാലനയും തിന്മയുടെ മേലുള്ള അവിടുത്തെ ആത്യന്തിക വിജയവുമാണ്.
കർത്താവ് കാത്തു സൂക്ഷിക്കുന്ന മുന്തിരിത്തോട്ടമായി ഇസ്രായേൽ മാറുമെന്നും അതിന് വേരുകൾ മുളച്ച് ലോകം മുഴുവൻ ഫലം നൽകുമെന്നും പ്രവാചകൻ മുൻകൂട്ടി കാണുന്നു. അക്കാലത്തെ രാജാക്കന്മാരായ ആഹാസിൻ്റെയും ഹെസക്കിയായുടെയും കാലത്ത് സംഭവിച്ച രാഷ്ട്രീയ പതനങ്ങളും പിന്നീട് നടന്ന പ്രവാസവും ഈ പ്രവചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കാണാം. യെശയ്യാ പ്രവാചകൻ്റെ ധീരമായ വ്യക്തിത്വം ഈ അധ്യായത്തിൽ വളരെ വ്യക്തമായി പ്രകടമാകുന്നുണ്ട്. തൻ്റെ ജനത്തെ നശിപ്പിക്കാനല്ല, മറിച്ച് അവരെ ശുദ്ധീകരിക്കാനാണ് ദൈവം ശിക്ഷ നൽകുന്നതെന്ന് വിളിച്ചു പറയാൻ അദ്ദേഹം വലിയ ആർജവം കാണിക്കുന്നു. കർത്താവിനെ സ്തുതിച്ചുകൊണ്ടും അവിടുത്തെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ടും പ്രവാചകൻ തൻ്റെ ദൗത്യം തുടരുന്നു. ജനത്തിൻ്റെ പാപങ്ങൾ പരിഹരിക്കപ്പെടുമെന്നും വിഗ്രഹങ്ങൾ തകർക്കപ്പെടുമെന്നുമുള്ള പ്രഖ്യാപനം അദ്ദേഹത്തിൻ്റെ ആത്മീയ തീക്ഷ്ണതയെ വെളിപ്പെടുത്തുന്നു. പ്രിയ സഹോദര സഹോദരി, ആധുനിക വിശ്വാസികളായ നമ്മൾക്ക് ഈ അധ്യായം നൽകുന്ന ആത്മീയ പാഠങ്ങൾ വളരെ വലുതാണ്. തിന്മയുടെ ശക്തികൾ ലിവിയാഥാനെ പോലെ നമുക്ക് ചുറ്റും അലറുമ്പോഴും ദൈവം നമുക്ക് കാവലുണ്ടെന്ന ബോധ്യം നമുക്കുണ്ടാകണം. മുന്തിരിത്തോട്ടത്തിന് വെള്ളമൊഴിക്കുന്ന കൃഷിക്കാരനെ പോലെ ദൈവം ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തെ പരിപാലിക്കുന്നു. അത് നാം തിരിച്ചറിയണം. ലോകം നൽകുന്ന പ്രലോഭനങ്ങളിലും വിഗ്രഹങ്ങളിലും കുടുങ്ങിക്കിടക്കാതെ ദൈവത്തിലേക്ക് തിരിച്ചു പോകാൻ ഈ വചനം നമ്മെ പ്രേരിപ്പിക്കട്ടെ. കഷ്ടപ്പാടുകൾ നമ്മുടെ ജീവിതത്തെ തകർക്കാനല്ല, മറിച്ച് നമ്മെ ഓരോരുത്തരെയും, നിങ്ങളെയും എന്നെയും വിശുദ്ധീകരിക്കാനാണെന്ന് തിരിച്ചറിയുന്നത് വലിയൊരു ആശ്വാസമാണ്. ബി ഹോളി ആസ് ഐ ആം എന്നാണ് കർത്താവിൻ്റെ ആഹ്വാനം. നമ്മുടെ ജീവിതത്തിലെ അനാവശ്യമായ ശാഖകളെ ദൈവം വെട്ടിമാറ്റുമ്പോൾ അത് കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാനാണ് എന്ന് നാം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ കരുണയിൽ വിശ്വസിച്ച് അവിടുത്തെ സന്നിധിയിൽ വിനീതരായി നിൽക്കാൻ ഈ പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയ ദൈവജനമേ, പിതാവായ ദൈവത്തിൻ്റെ വിധി വരുന്നത് പാപത്തെയും അനീതിയെയും ഇല്ലായ്മ ചെയ്യാനാണെന്ന് ഈ അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കോട്ട കെട്ടിയ നഗരങ്ങൾ ശൂന്യമാകുമെന്നും അഹങ്കാരം തകർക്കപ്പെടുമെന്നും പറയുന്നത് ദൈവത്തിൻ്റെ നീതിയുടെ ഭാഗമാണ്. എന്നാൽ ഈ വിധിക്കിടയിലും പ്രത്യാശയുടെ വലിയൊരു വാഗ്ദാനം ദൈവം നൽകുന്നുണ്ട്. ചിതറിപ്പോയ തൻ്റെ മക്കളെ ദൈവം ഓരോരുത്തരായി പെറുക്കിയെടുത്ത് വിശുദ്ധ പർവ്വതത്തിലേക്ക് തിരികെ കൊണ്ടുവരും. അസീറിയയിലും ഈജിപ്തിലും അഭയം തേടിയവർ കർത്താവിനെ ആരാധിക്കാൻ ജെറുസലേമിൽ ഒത്തുകൂടുമെന്ന പ്രവചനം ദൈവത്തിൻ്റെ അപാരമായ കരുണയെയാണ് കാണിക്കുന്നത്. നമ്മുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പിതാവായ ദൈവത്തിലേക്ക് തിരിയുമ്പോൾ അവിടുന്ന് നമ്മെ ചേർത്ത് പിടിക്കാൻ സന്നദ്ധനാണെന്ന സത്യം ഇവിടെ തെളിയുന്നു. ദൈവത്തിൻ്റെ ശിക്ഷാവിധി എപ്പോഴും ഒരു പുതിയ പുനരുദ്ധാരണത്തിൻ്റെ തുടക്കമാണെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ രണ്ടാം വരവിനായുള്ള തയ്യാറെടുപ്പിനെക്കുറിച്ച് ഈ അധ്യായം വലിയൊരു ഉൾക്കാഴ്ച നമുക്ക് നൽകുന്നുണ്ട്. ഒരു വലിയ കാഹളം മുഴങ്ങുമെന്നും സകല ജനതകളും കർത്താവിനെ ആരാധിക്കാൻ വരുമെന്നുമുള്ള വിവരണം അന്ത്യവിധിയുടെയും ക്രിസ്തുവിൻ്റെ ആഗമനത്തിൻ്റെയും സൂചനയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കിടക്കുന്ന ദൈവമക്കൾ അന്ന് ഒന്നിച്ച് ചേർക്കപ്പെടും. ആ വലിയ ദിവസത്തിനായി നാം ഓരോരുത്തരും ഒരുങ്ങേണ്ടത് പാപത്തിൻ്റെ വിഗ്രഹങ്ങൾ വെടിഞ്ഞും ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വിശ്വസ്തരായി പണിയെടുത്തുമാണ്. കർത്താവിൻ്റെ വരവ് നീതിമാന്മാർക്ക് സന്തോഷത്തിൻ്റെയും ദുഷ്ടർക്ക് പേടിയുടെയും ദിനമായിരിക്കും. അതുകൊണ്ട് തന്നെ വിശുദ്ധിയിലും പ്രാർത്ഥനയിലും ജാഗ്രതയോടെ കാത്തിരിക്കാൻ ഈ അധ്യായം നമ്മെ പ്രചോദിപ്പിക്കട്ടെ. ക്രിസ്തുവിൻ്റെ മടക്കയാത്രയിൽ അവിടുത്തെ വിരുന്നിൽ പങ്കുചേരാൻ നമുക്ക് ഇന്നു മുതലേ തയ്യാറെടുക്കാം. യെശയ്യാ 26 അധ്യായം നമുക്ക് നൽകുന്നത് വിജയത്തിൻ്റെയും പ്രത്യാശയുടെയും സന്ദേശമാണ്. കർത്താവ് നമ്മുടെ ജീവിതത്തിന് ചുറ്റും വേലി കെട്ടി സംരക്ഷിക്കുന്നുണ്ടെന്ന സത്യം നമുക്ക് വലിയ ധൈര്യം നൽകട്ടെ. ലോകത്തിലെ കഷ്ടതകൾ താൽക്കാലികമാണെന്നും ദൈവത്തിൻ്റെ നീതി അവസാനം വിജയിക്കുമെന്നും നാം ഉറച്ചു വിശ്വസിക്കണം. നമ്മുടെ കുറവുകളെ പരിഹരിച്ച് നമ്മെ തൻ്റെ പ്രിയപ്പെട്ട മക്കളായി ദൈവം മാറ്റും. കർത്താവിൻ്റെ സ്നേഹത്തിൽ ആഴപ്പെട്ട് അവിടുത്തെ മഹത്വത്തിനായി ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഈ വചനം നമ്മുടെ ഉള്ളിൽ പ്രത്യാശയുടെ കതിരുകൾ വിരിയിക്കട്ടെ. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.